നിങ്ങൾ തൃശ്ശൂരുള്ള TJM ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? TJMൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട്, അതും നിർമ്മാണ വിലയിൽ. കഴിഞ്ഞ 31 വർഷമായി TJM ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട്, അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം. TJM ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA. വടക്കാഞ്ചേരി നഗരസഭ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഓട്ടുപാറ അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചരിത്രം തിരിച്ചുകൊണ്ട് മൂന്നാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരും എന്നുള്ള കാര്യമാണ്. അത് വെറുതെ ഒരു ആഗ്രഹമുണ്ടായിട്ട് പറയുന്നത് 16-21 ഈ 10 വർഷക്കാലത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ജനങ്ങൾ വിധിയെഴുതിയിരിക്കുന്നു. പുളി അബോധം ഉൾപ്പെടെയുള്ള ആളുകൾ സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്റെ പഴയ സഹപ്രവർത്തകനാണ് പുളി അബോധം. അങ്ങനെ വന്ന് ഈ സ്റ്റേജിൽ ഇരിക്കുന്നതാണല്ലോ ഏറെ സന്തോഷം തോന്നിയിരിക്കുന്നത്. അബോധം മാത്രമാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെ അത് സമ്മതിച്ചിട്ടുണ്ട്. സമാധാനപൂർവ്വമായി ജീവിക്കാൻ കഴിയുന്ന സംസ്ഥാനം ഈ കേരളം മാത്രമാണെങ്കിൽ ഇന്ന് നിങ്ങൾ പത്രത്തിലൊരു വാർത്ത നടത്തുന്നത് 4 വർഷം മുമ്പ് ബീഹാറിലെ മറ്റുണ്ടായ കൂട്ടക്കല 1000 പേരാണ് മരിച്ചത്. അതിൽ 100 പേരെ ഗ്രൗണ്ടിൽ കുറിച്ചിട്ടു. എന്നിട്ട് അതിന്റെ മുകളിൽ പോളിംഗ് നല്ലോണം കടമുണ്ടായി എന്നാണ് BJP പറയുന്നത്. എങ്ങനെയുണ്ട്? അതുകൊണ്ട് ആസാമിൽ നമുക്ക് ആ പണി നോക്കാം എന്ന് പറയുകയാണ് BJP. അതാണ് രാജ്യം ചെയ്യുന്നത്. മതനിരപേക്ഷയുടെ നിലപാട് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളതുകൊണ്ട് കണ്ണിലെ കരടാണ് BJP. CPI മണ്ഡലം സെക്രട്ടറി MU കബീർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സേവ്യർ ചിറ്റലപ്പള്ളി MLA മുഖ്യപ്രഭാഷണം നടത്തി. CPIM ജില്ലാ കമ്മിറ്റി അംഗം PN സുരേന്ദ്രൻ, LDF നേതാക്കളായ EM സതീശൻ, MR സോമനാരായണൻ, NK പ്രമോദ് കുമാർ, P മോഹനൻ, MR അനൂപ് കിഷോർ, CV പൗലോസ്, MJ ബിനോയ്, S ഉത്തമൻ, TR രജിത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. സ്ഥാനാർത്ഥികളെ നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ പരിചയപ്പെടുത്തി. സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. You are watching VCV News.